السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഇന്നീട് ഒരുമിച്ച് കൂടി. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ഒറ്റയ്ക്കല്ല, തനിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്ന്. അവൻ്റെ കുടുംബവും സുഹൃത്തുക്കളും അവൻക്ക് എത്ര വലിയ കരുത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ മതമായ ഇസ്ലാമിൽ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനൊക്കെ അത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ചത്. അതല്ലേ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ തഖ്വയുള്ളവരാകണമേ, വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധരായ ആളുകളോട് കൂടെ ഇരിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നാം ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവനിലും ഉണ്ടാകും. ഫല്യൻളുർ അഹദുക്കും മയ്യുഖാലിലു, അവൻ ആരോടാണ് കൂട്ടുകൂടുന്നത് നിങ്ങൾ നോക്കിക്കോളൂ എന്ന്. പ്രിയമുള്ളവരെ, നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ അത് നമ്മുടെ മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുമെന്നാണ്. അതിനാൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നല്ലവരാകേണ്ടതുണ്ട്. ഒരു സുഹൃത്ത് ധർമ്മോപദേശിയായി മാറുന്നത് അവൻ നമ്മെ നേരായ മാർഗത്തിലേക്ക് നയിക്കുമ്പോഴാണ്. ജനങ്ങളിൽ നന്മയെ തുറക്കുന്നവരും തിന്മയെ അടക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളിൽ നന്മയെ അടക്കുന്നവരും തിന്മയെ തുറക്കുന്നവരുമുണ്ട്. അപ്പൊ എത്ര ഭാഗ്യമാണ് ആരുടെയെങ്കിലും കയ്യിൽ നന്മയെ തുറക്കുന്നാക്കി കൊടുത്താൽ അവർക്ക് എത്ര ഭാഗ്യമാണ്. ആരുടെയെങ്കിലും കയ്യിൽ തിന്മയെ തുറക്കുന്നാക്കി കൊടുത്താൽ അവർക്ക് എത്ര നാശമാണ്. പ്രിയമുള്ളവരെ, ആരാണ് യഥാർത്ഥ സുഹൃത്ത്? ഒരാൾ തെറ്റിലേക്ക് പോകുമ്പോൾ, ആപത്തിലേക്ക് പോകുമ്പോൾ, നീ അത് ചെയ്യരുത്, ഇനി പറ്റിപ്പോലെ അത് ആവർത്തിക്കരുത് എന്ന് നിന്നോട് സ്നേഹത്തോടെ ശാസിക്കുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. ഇക്കാലത്ത് നാം കാണുന്ന തെറ്റുകൾക്കും പ്രധാനപ്പെട്ട കാരണം സുഹൃത്തുക്കളുണ്ടാകുന്ന തെറ്റായ സ്വാധീനങ്ങളാണ്. ഇക്കാല യുവാക്കൾ മയക്കുമരുന്നിലേക്കും അനാചാരങ്ങളിലേക്കും മോശപ്പെട്ട വഴികളിലേക്കും പോകുന്നത് അവിടെ സുഹൃത്തുഫലങ്ങളുടെ സ്വാധീനത്താലാണ്. അതിനാൽ തന്നെ നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു കൂട്ടത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തെ ഭംഗിയാക്കും, നമ്മുടെ ചിന്തകളെ അത് വിശാലമാക്കി മാറ്റുന്നതാണ്. പ്രിയമുള്ളവരെ, നാം സുഹൃത്തുക്കൾക്കിടയിൽ നല്ലൊരു വെളിച്ചമാകുമ്പോൾ അത് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള വെളിച്ചം പോലെ, ഒരു പ്രകാശം പോലെ ആയിരിക്കും. അതല്ലേ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ നന്മയുടെയും തഖ്വയുടെയും പരസ്പരം സഹായിക്കണമേ, ശത്രുതയുടെയും തെറ്റിന്റെയും പരസ്പരം സഹായിക്കരുതേ എന്ന്. ഇദാ കുൻത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും വലാ തസ്ഹബിൽ അർദാ ഫതർദാ മഅർദി അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഇദാ കുൻത ഫീ ഖൗമിൻ, നീ സമൂഹത്തിലെത്തിപ്പെട്ടാൽ, നീ ഒരാൾക്കൂട്ടത്തിലെത്തിപ്പെട്ടാൽ, ഫസാഹിബ് ഖിയാറഹും, അവരിൽ ഏറ്റവും നല്ലവരുണ്ടാകും, അവരെയാണ് നീ പിൻപറ്റേണ്ടത്. വലാ തസ്ഹബിൽ അർദാ, അവരിൽ മോശപ്പെട്ടവരുണ്ടാകും, താഴ്ന്നവരുണ്ടാകും, അവരെല്ലാം നീ പിൻപറ്റേണ്ടത്. ഫതർദാ മഅർദി, ആ താഴ്ന്നവരോട് കൂടെ നീയും താഴ്ന്നു പോയെന്ന് വന്നേക്കും. അനിൽ മർഇ ലാ തസ്അൽ, ഒരാളെ കുറിച്ച് നീ ചോദിക്കേണ്ടത് അയാളോടല്ല. ഫസലാൻ കരീനി, അവന്റെ കൂട്ടുകാരുണ്ടാകും, അയാളോട് ചോദിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാകും ആരാണ് ഇയാളെന്ന്. ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി, കാരണം ഏതൊരു സുഹൃത്തും തൻ്റെ കൂട്ടുകാരനെ പിൻപറ്റുന്നവരായിരിക്കുമല്ലോ. പ്രിയമുള്ളവരെ, ഒരേ ആശയക്കാരായ ആളുകൾ എങ്ങനെയാണ്? അതിലൊരുത്തന്നെ മനസ്സിലാക്കിയാൽ മതി മറ്റൊരുത്തന്നെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നല്ലവരായ സുഹൃത്തുക്കളെ നിങ്ങൾ കൂട്ടാക്കണമെന്ന് നമ്മൾ കവി പറയുകയാണ്. പ്രിയമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കുമാറാകട്ടെ, നല്ല കൂട്ടുകാരെ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മോപദേശക സുഹൃത്തുക്കളാക്കി മാറ്റുമാറാകട്ടെ എന്ന് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.